കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയമുട്ടു. ബുധന്റെ രാശി മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ബുധൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മിഥുനക്കൂറിലാണ്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ സ്വക്ഷേത്രമാണ്. സ്വക്ഷേത്രത്തിൽ നിന്ന് മാറി കർക്കടക രാശിയായിട്ടുള്ള ബുധന് ആകൊരു ശത്രുവുള്ളത് ചന്ദ്രനാണ്. ചന്ദ്രൻ ക്ഷേത്രമാണ് കർക്കടകം. ശത്രു ക്ഷേത്രമായിട്ടുള്ള കർക്കടകത്തിലേക്കാണ് മാറുന്നത്. ആയിട്ട് നിൽക്കുന്നത്. പിന്നെ 10ാം ഭാവത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. 10ാം ഭാവത്തിൽ നിൽക്കുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ തുലാക്കൂറുകാർക്കാണ്. തുലാക്കൂറുകാർക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ്. എല്ലാ ഗ്രഹങ്ങളും മനോഹരകരമായിട്ടുള്ള സമയമാണ്. യഥേഷ്ട വരുമാനം വരുന്ന സമയമാണ്. യഥേഷ്ട സമ്പാദ്യം വരുന്ന സമയമാണ്. യഥേഷ്ട തൊഴിലവസരങ്ങൾ വരികയാണ്. ഒരു തൊഴിലിനെക്കാട്ടും അതിനെക്കാട്ടും മേലുള്ള തൊഴിൽ അപ്പുറത്ത് വന്നിട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ശമ്പള വർധനവ്, ഇത്ര ശമ്പളം തരാം, നീ ഈ കമ്പനിക്ക് ആയോ എന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിനെക്കാട്ടും നല്ല പോപ്പുലറായിട്ടുള്ള കമ്പനികളിൽ നല്ല സ്ഥാനമാന പദവികളോടും നിനക്ക് ജോലി തരാം എന്ന് വിളിച്ച് പറയുന്ന ഒരു സംഭവമാണ് തുലാരാശിക്കാർക്ക്. കാരണം ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് അനുഭവിച്ചേ മതിയാവുള്ളൂ. കാരണം ഇവിടെ തുലാരാശിക്കാർക്ക് ബുധൻ 10ലാണ്, അത് അനുകൂലമാണ്. അതുപോലെ തന്നെ വ്യാഴം 9ലാണ്, അനുകൂലമാണ്. ശുക്രൻ 8ലാണ്, അനുകൂലമാണ്. ചൊവ്വ 11ലും കേതു 11ലാണ്, അനുകൂലമാണ്. ശനി 6ലാണ്, അത് അനുകൂലമാണ്. അപ്പോൾ ഇതൊക്കെ അനുകൂലപരമായിട്ടുള്ള ഗ്രഹങ്ങളാണ്. അതായത് അതുപോലെ തന്നെ തുലാക്കൂറുകാർക്ക് വളരെ ഉചിതമായിട്ടുള്ള തൊഴിൽ സംഭവമായിട്ടുള്ള എല്ലാവിധമുണ്ട്. ബുദ്ധിപൂർവമായിട്ടുള്ള മെമ്മറി പവറായിട്ടുള്ള ബുദ്ധിപൂർവ്വ സംബന്ധമായിട്ടുള്ള ഇതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും ആധിപത്യം കൊണ്ടും അധികാരം കൊണ്ടും എല്ലാം ഉയർന്ന പദവിയിൽ എത്തുകയും കണക്കിൻ്റെ അറ്റം എവിടെയാണോ അവിടെ ആ അറ്റത്ത് പോയി എത്തി വരാനുള്ള സാധ്യതയും അക്കൗണ്ട് സെക്ഷനിൽ ഒരു സൃഷ്ടി അനുസരിക്കുകയും ഗവേഷണ ശാസ്ത്രത്തിൽ നല്ലൊരു പുതിയ ഒരു ഉണർവിനെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുള്ള ഒരു സ്ഥലത്താണ് തുലാരാശിക്കാർക്ക് 10ൽ ബുധൻ നിൽക്കുമ്പോൾ തൊഴിലിൽ പ്രത്യേകപരമായിട്ടുള്ളതുണ്ടാവും. വിദേശ തൊഴിലാണെങ്കിലും സ്വദേശ തൊഴിലാണെങ്കിലും വിദേശത്തേക്ക് പോകണം പറ്റുമെന്ന് തീർച്ചയായിട്ടും സാധിക്കും. അതും പോയതും ഉടനെ നല്ല ജോലിക്ക് കയറുവാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. ഐശ്വര്യ അഭിവൃദ്ധി പ്രതിദാനം ചെയ്യുന്ന തുലാരാശിക്കാർക്ക് എല്ലാ ഗ്രഹങ്ങളും അനുകൂലപരമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ അനുകൂലപരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ 10ൽ അനുകൂലപരമായിട്ടാണ് വരുന്നത്. അടുത്തത് 11ൽ നിൽക്കുന്ന ബുധനാണ്. 11ൽ നിൽക്കുന്ന ബുധൻ പറയുമ്പോൾ കന്നിക്കൂറാണ്. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ തുലാക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ 3/4 ഭാഗവും കൂടി ചേരുന്ന തുലാക്കൂറുകാർക്കാണ് ഞാനിപ്പോൾ 10ൽ ബുധൻ്റെ കഥകളുടെ അനുഗ്രഹം എല്ലാം ഒരുപോലെ കിട്ടുകയാണെങ്കിൽ അത് വളരെ മഹാ അത്ഭുതകരമായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കാണ് കോടിപതി, ലക്ഷാധിപതി എന്നൊക്കെ പറയുന്നത്. ലോട്ടറി ഭാഗ്യം നിങ്ങൾ പറയാറുണ്ട്. ലോട്ടറി ഭാഗ്യം ഞാനതൊരു അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും പറയാം. ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ടോ? ഇതിന് മാത്രം പോരാ, ജാതകത്തിലും അതുപോലെ ഉച്ചസ്ഥമായിട്ടുള്ള സമയമായിരിക്കണം എങ്കിലേ ബമ്പർ അടിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ബമ്പർ അടിക്കുകയുള്ളൂ. ജാതകത്തിൽ സംശയം വേണ്ട. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ മൺസൂൺ കാലമാണ്. മൺസൂൺ ബമ്പർ ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അത് അനുഭവിക്കാനുള്ള യോഗങ്ങളുണ്ടെങ്കിൽ, ഉച്ചസ്ഥാനമുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് അടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നതിനെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറയാം. ലോട്ടറി അടിച്ചാൽ മാത്രം അത് അനുഭവത്തിൽ വരികയും വേണം. അതിന് ഭാഗ്യം വേണം. അതിനും ജാതകത്തിൽ 9ാം ഭാവം ലഗ്നാധിപൻ്റെ ഭാവം വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അത് അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ തുലാരാശിക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അടുത്ത കന്നിക്കൂറുകാർക്ക് 11ാം ഭാവത്തിൽ ഏറ്റവും ഇഷ്ടസ്ഥാനമായിട്ടുള്ള 11ാം ഭാവത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കാത്തു സൂക്ഷിക്കുകയും സർവ്വ വസ്തുക്കളുടെ മംഗളവസ്തുക്കളുടെ ധനധാന്യ വസ്തുക്കളുടെ അതുപോലെ തന്നെ ആഭരണ സംബന്ധമായിട്ട് സ്വർണ്ണാഭരണ മേഖലകളിലുള്ളത് വസ്ത്രം, വാഹനം, ഗൃഹോപകരണ സ്ഥാപനം, ഇലക്ട്രിക് സാധനം, വൻകിട ആധുനിക സംവിധാനപരമായിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെക്ഷൻ, അതുപോലെ തന്നെ IT സെക്ഷൻ, അതുപോലെ തന്നെ വാഹന സെക്ഷൻ, വാഹന സംബന്ധമായിട്ട് 11ലാണെങ്കിലോ ചൊവ്വയും 11ലാണെങ്കിൽ ബുധനും നിൽക്കുന്നുണ്ട്. അതും വളരെ ഗുണകരമാണ്. അപ്പോൾ ഭാഗ്യവും ലാഭസ്ഥാനവും തെളിഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കും ധനലാഭം ഭാഗ്യസ്ഥാനം തെളിഞ്ഞിട്ടുണ്ട്. അവർക്കും ഭാഗ്യം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഭവന നിർമ്മാണത്തിന് സാധ്യതയുണ്ടാവും. ഭവന നിർമ്മാണം നേരിട്ട് ഇറങ്ങിച്ചെല്ലാം ഈ പറഞ്ഞ കാലഘട്ടം 2 മാസ കാലയുടെ ലെവലെല്ലാം ഏകദേശമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അവിടെ അങ്ങോട്ട് നോക്കിക്കോളും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ
ചാരവസാൽ ഇപ്പോൾ സൂര്യൻ ചാരവസാൽ മെല്ലെ പടിപടിയായിട്ട് അങ്ങനെ ഇറങ്ങി വരും എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഏകദേശം കർക്കിടക മാസം ആഗസ്റ്റ് മാസം 30-ാം തീയതി ആകുമ്പോൾ കർക്കിടക മാസം വരും. കർക്കിടക മാസം ആകുമ്പോഴേ ചിലപ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൂടി വരുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നൊരു നിങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ കന്നിക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ പകുതിയും അർത്ഥവും ചിത്രയുടെ ആദ്യത്തെ പകുതിയും കൂടി ചേർന്ന കന്നിക്കൂറുകാർക്ക് കുറേ ദോഷങ്ങളും ചിന്തകളും നിവൃത്തിസ്ഥാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഉള്ളത് കണ്ടക വ്യാഴനും കണ്ടക ശനിയാണ്. അവരെ പറഞ്ഞ് നിവൃത്തി സമാധാനപ്പെടുത്തി മറ്റുകാരെല്ലാം ചെയ്ത് ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ള അനുഭവങ്ങളെല്ലാം അനുഭവിച്ച് വരാനുള്ള തയ്യാറെടുപ്പുണ്ടാവും. നമസ്കാരം.